ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സേഫ് സഫി ചാനൽ. അപ്പോൾ ഞാനിത് എവിടെയാണെന്നല്ലേ, ഞാനിത് വയനാട് ഒരു വില്ലയിലാണ്. 2 days ആയി ഞങ്ങളിവിടെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നല്ല കാം ആൻഡ് പ്രൈവസി തരുന്ന ഒരു ഏരിയ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം. കുറച്ച് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആ നേച്ചറിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെ ആയിരുന്നു. ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഞങ്ങൾ കുറച്ച് അലമ്പാക്കിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കയറി വരുന്ന ആ ഒരു ഏരിയയിൽ തന്നെയാണ് പൂള് വരുന്നത്. നമുക്ക് പ്രൈവറ്റ് പൂള് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് വില്ലത. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ വലിപ്പമുണ്ട് കേട്ടോ. നല്ല ലൈറ്റ് എഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ ഓപ്പൺ കിച്ചണും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിച്ചണിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാൻ കഴിയില്ല. കാരണം അവർ ഷുഗറും ടീ പൗഡറും മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, നമുക്ക് ടീ ഒക്കെ തരും. ഓക്കെ, ഒരു റൂം വരുന്നുണ്ട് കേട്ടോ. വാ, നിങ്ങൾ വരണ നിങ്ങൾ വരണ ഇവിടെ കിഡ്സ് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. കിഡ്സ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ കിഡ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ തന്നെ ഇത് സൈഡിലായിട്ട് നമുക്ക് വന്ന് ഇരിക്കാനും അതുപോലെ കുറച്ച് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൊക്കെ ഒരു ഏരിയ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ക്യാരംസ് ബോർഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇന്നലെ കളിച്ച് വെച്ചതാണ് ഇത്. പക്ഷെ അതിൻ്റെ മെയിൻ കാണുന്നില്ല, ഹെഡ് കാണുന്നില്ല. എന്നാലും നമുക്ക് ടി വി കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റിയൊരു സെറ്റപ്പിൽ അങ്ങനെ ഉണ്ട്. നമ്മൾ അതിന് നേരെ വരുന്നത് ഇതാട്ടോ, എല്ലായിടത്തും വ്യൂ ആണ്. ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത്. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് അലമ്പാക്കിയിട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടുന്ന് നല്ല വ്യൂ ആണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ കർട്ടണൊക്കെ നീക്കുമ്പോൾ നിറയെ ഫോക്കായിരിക്കും ഈ ഗ്ലാസ്സിൽ. വ്യൂസാണ് എന്താ പറയുക, ഇതിൻ്റെ മെയിൻ ഫുള്ളി ഗ്ലാസ്സാണ് ഈ വില്ലയിൽ കൊടുത്തിട്ടുള്ളത്. കുറേ വില്ലാസും കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ ഒരു അടുത്ത വർഷമൊക്കെ ആവാറാകുമ്പോഴേക്കും കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുണ്ടാവും ഈ ഏരിയ. പക്ഷേ ഇപ്പം നല്ല പീസായിട്ടുള്ളൊരു ഏരിയയാണ്, നല്ല ഫോവും കാര്യങ്ങളും. പിന്നെ അത്യാവശ്യം ഇവിടെ ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് സ്റ്റോറേജ് സ്പേസാണ്. പിന്നെ ഇവിടെ ഒരു ബാത്റൂം, നീറ്റായി ക്ലീൻ ആയിട്ടുള്ള ഒരു ബാത്റൂം, നല്ല നീറ്റാണ്. അപ്പോൾ ഫാമിലീസിനൊക്കെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വില്ലയാണ്. അപ്പം എനിക്ക് ഒരു വൈബ് ഇങ്ങനെ പോവാണ്. എവിടെ വരുന്നേ മക്കളെവിടെ വരുന്നേ? ഷോ നിങ്ങളേട്ടാണ്? ഇതാണ് അനദർ ബെഡ്റൂം. ഇവിടെ അത് ബാത്ത് അറ്റാച്ച്ഡ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നത് സെയിം വ്യൂ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും വരുന്നത്. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഉണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ബാൽക്കണി ഉണ്ട്. നമുക്ക് ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 day പോരാ. നമ്മൾ വില്ലൊക്കെ എടുക്കുമ്പോൾ ഒരു 2 days എങ്കിലും നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ഫാമിലീസ് നിറയെ കുറേ ആളുകൾ വേണം. നമ്മൾ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ അവരെയൊന്നും കാണിക്കുന്നില്ല. നല്ല അടിപൊളിയായിരുന്നു, എന്തായാലും രസമുണ്ടായിരുന്നു. ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാനും ടുട്ടു അങ്ങോട്ട് പോകും, ടുട്ടു അങ്ങോട്ട്. ഓപ്പൺ ബാൽക്കണി വ്യൂ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റിട്ടേൺ പോരുന്നുള്ളൊരു ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.